ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തെ സംബന്ധിച്ചുള്ള ഈശ്വരൻ്റെ നിത്യമായ ശില്പ സംവിധാനത്തിൽ എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ള അവിഭാജ്യ ഘടകമാണ് പൊരുതി മുന്നേറുക എന്ന വാക്ക്. വണ്ടിപ്പണിക്കാരനായ ഒരു ശില്പി നമ്മെ പഠിപ്പിക്കുന്ന മഹത്തായ പാഠമുണ്ട്. കൃഷിക്ക് വേണ്ടി അദ്ദേഹം കാട് വെട്ടി തെളിച്ചപ്പോൾ ഏതാനും തേക്കുമരങ്ങൾ അവിടെ നിർത്തിയിരുന്നു. കുറേ നാൾ കഴിഞ്ഞ് ആ മരങ്ങൾ വെട്ടി വണ്ടിച്ചക്രങ്ങൾ പണിയുന്നതിന് വേണ്ടി ഉപയോഗിച്ചു. ഈ വൃക്ഷങ്ങൾക്കുള്ള പ്രത്യേകത എന്താണെന്ന് ആ ശില്പി വിശദീകരിക്കുന്നത് ശ്രദ്ധേയമാണ്. വനത്തിൽ ഇടതെങ്ങി നിൽക്കുന്ന വൃക്ഷങ്ങൾ കാറ്റും വെയിലുമേൽക്കാതെ സുരക്ഷിതമായി വളരുന്നവയാണ്. അവയുടെ തടി കടുപ്പം കുറഞ്ഞതും വണ്ടിച്ചക്രങ്ങൾക്കു വേണ്ടി വളച്ചു പണിയുമ്പോൾ പൊട്ടിപ്പോകുന്നതുമായിരിക്കും. എന്നാൽ തുറന്ന സ്ഥലത്ത് ശക്തമായ കാറ്റും വെയിലുമേറ്റ് നിൽക്കുന്ന വൃക്ഷങ്ങളുടെ തടി ബലിഷ്ഠമായിരിക്കും. അങ്ങനെയുള്ള തടികൾ മാത്രമേ ബലവത്തായ പണിക്ക് ഉപകരിക്കൂ. ഇതുപോലെ പ്രതികൂലങ്ങളുടെ കാറ്റും വെയിലുമേറ്റ് ബലിഷ്ഠ ഹൃദയരായി തീരുന്നവർക്ക് മാത്രമേ ഭാരങ്ങൾ വഹിക്കുവാനുള്ള വണ്ടിച്ചക്രങ്ങളായി നിർമ്മിക്കപ്പെടുന്നതിന് മഹാശില്പിയായ ദൈവത്തിന് പ്രയോജനപ്പെടും. ജനിച്ച നാൾ തൊട്ട് മരിക്കുന്നതുവരെ മനുഷ്യന് ജീവിത സമരം അനിവാര്യമാണ്. ശാരീരികവും ആത്മീകവുമായ ശക്തി എന്നത് പ്രതികൂല സാഹചര്യങ്ങളോട് മല്ലിട്ട് മുന്നേറുന്നതിൻ്റെ ഫലമാണ്. മനുഷ്യൻ്റെ ആരോഗ്യത്തിനും അവൻ്റെ പേശികളുടെ ബലിഷ്ഠതയ്ക്കും വേണ്ടി പ്രകൃതി ഏർപ്പെടുത്തിയിട്ടുള്ള ഉപാധിയാണ് അധ്വാനം. അധ്വാനിക്കാനോ ക്ലേശം സഹിക്കാനോ തയ്യാറാകാത്ത മനുഷ്യൻ്റെ ശരീരം രോഗതുല്യമായിരിക്കും. കൊലോസ്യർ 3:17. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞും കൊണ്ടിരിപ്പിൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.